അസ്സലാം. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു വീഡിയോ ആണ്. മലൈക്കോട്ടെ വാലിബൻ്റെ പ്രീ റിലീസ് ട്വിറ്റർ സ്പേസിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ സംസാരിച്ച കാര്യത്തിനെ കുറിച്ചാണ്. ഓരോ വ്യക്തിക്കും ഓരോ മോഹമുണ്ടാകാം. അവരവരുടെ ഇഷ്ട താരത്തെ ഒന്ന് കാണുക, അല്ലെങ്കിൽ തൊടുക, അങ്ങനെ ഒന്ന് സംസാരിക്കുക എന്നുള്ളത്. ഇവിടെ മോഹൻലാൽ വ്യത്യസ്തനാവുന്നത് അങ്ങനെ തന്നെയാണ്. ഈ ഒരു ട്വിറ്ററിൽ നടന്ന മലൈക്കോട്ടെ വാലിബൻ പ്രീ റിലീസ് ട്വിറ്റർ സ്പേസ് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ കീഴിൽ വന്നത്, അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം അതാണ്. ഇത്ര ഡൗൺ ടു എർത്തായിട്ട് ആരാധകർ എന്നല്ല, നമ്മൾ ഓരോരുത്തരോടെയും നമ്മുടെ കൂടെ ഉള്ള ഒരാളെ പോലെ സംസാരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ലാലേട്ടനെ ഒന്ന് കാണണം, ഒന്ന് ദൂരെ നിന്ന് കണ്ടാൽ മതി, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊന്ന് തൊടണം, എനിക്കൊന്ന് സംസാരിക്കണം, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം, ഇങ്ങനെ ഒരുപാട് മോഹങ്ങളുള്ളവരുണ്ട്. അങ്ങനെയുള്ളത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ ഏത് സൂപ്പർ താരത്തിനേക്കാൾ കൂടുതൽ ആരാധകരെ ചേർത്ത് പിടിക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരെ അത്ര വലിയ സിനിമയൊന്നും ആയിരുന്നില്ല, പക്ഷേ ആ സിനിമ 100 കോടി നേടണമെങ്കിൽ അതിന് മോഹൻലാൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇത് വേറെ ആര് അഭിനയിച്ചാലും ഒരു ലെവലിൽ വിജയിക്കുന്ന സിനിമയാണ്, പക്ഷേ ഇത്രത്തോളം വിജയം വരാനുണ്ടായിരുന്ന കാര്യം അത് മോഹൻലാൽ ആയതുകൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. മലൈക്കോട്ടെ വാലിബൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നു, ഇതൊരു മാസ് സിനിമയാണ്. മാസ് സിനിമ എന്ന് മാത്രമല്ല പറയുന്നത്, മാസ് ക്ലാസ് സിനിമയായിരിക്കും എന്നുള്ളതാണ്. ലിജോ പല്ലിശ്ശേരിയുടെ ഒരു മാജിക്കൽ ടച്ച് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഈ സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയ ഓരോ ഹൈപ്പും നമുക്കറിയാം അത് മോഹൻലാലിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം അത്രത്തോളം ജനങ്ങൾ കാത്തിരിക്കുന്നതാണ് മോഹൻലാലിൻ്റെ ഒരു പടം. ഒരു സിനിമ ആവറേജ് ആയാൽ പോലും മോഹൻലാലിൻ്റെ സിനിമയാണോ അത് സാധാരണ താരങ്ങളുടെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ മുകളിലേക്ക് വരും. ഇത് വെറുതെ കയറി പറയുന്ന കാര്യങ്ങളല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇതിനകത്ത് മോഹൻലാൽ ആരാധകർ കാണുന്നുണ്ടാവും, അല്ലാത്തവർ കാണുന്നുണ്ടാവും. സത്യസന്ധമായി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. പല നടന്മാരുടെയും ഇതിനേക്കാൾ മികച്ച സിനിമകൾ വന്നാൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് മോഹൻലാലിൻ്റെ ഒരു ആവറേജ് സിനിമയുടെ കളക്ഷനെ അതിന് കിട്ടാറുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അതാണ് മോഹൻലാലും ബാക്കിയുള്ള താരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നല്ല, ആരാധകർക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു. അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കെൻ്റെ പിള്ളേരുണ്ടാ, അത് ഹൃദയത്തിൽ തട്ടിയാണ്. ആളുകൾക്കും അത് അവരുടെ ഹൃദയത്തിലേക്ക്, വെറുതെ പറയുന്നതായിട്ട് തോന്നില്ല, അവരുടെ ഹൃദയത്തിലേക്ക് തന്നെയാണ് കയറുന്നത്. ഒപ്പം മോഹൻലാൽ അവരെ ചേർത്ത് പിടിക്കുകയുമാണ് ചെയ്യുന്നത്. എന്താണേലും മലൈക്കോട്ടെ വാലിബൻ വരുമ്പോൾ ഉള്ള പ്രതീക്ഷ അത് തന്നെയാണ്. ഇതുവരെ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തുടക്കം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്നത്. അതിനിടയിൽ ചിലരൊക്കെ പറയാം മരയ്ക്കാറുണ്ടായിരുന്നു, ഒടിയനൊക്കെ ഇതേപോലെ വന്നിട്ട് പൊളിഞ്ഞു പോയതാണ്. ശരിയാണ്, ആ 2 സിനിമകളൊക്കെ അങ്ങനെയായിരിക്കാം വന്നേക്കുന്നത്. പക്ഷേ ഓരോ പരാജയത്തിൽ നിന്നും ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ മികച്ച സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 10, 35, 45 വർഷം ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ എന്ന് നമ്മൾ ആലോചിക്കണം. അടുപ്പിച്ച് കുറച്ച് പരാജയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് പൂ പറിക്കുന്ന ലാഘവത്തോടെ 100 കോടിയുമായിട്ട് ഒരു സിനിമ ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം. കാരണം അതേപോലെ ഒരു നടനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയാം, മലൈക്കോട്ടെ വാലിബൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മാസ് ക്ലാസ് മാജിക് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ കാണുന്ന ഫീൽഡോടെ പോയി കാണാം, മുൻവിധികൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതിനകത്തിൽ മോഹൻലാലിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, കിടിലന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ കേട്ടറിഞ്ഞിട്ടുണ്ട്. ആ ഒരു കേട്ടറിവിൽ ഒരു കാര്യം പറയാം, ഈ ഒരു ഫൈറ്റ് സീക്വൻസ് ഇന്നല്ല എന്നും മലയാള സിനിമയിലെ എത്ര വലിയ നടന്മാർ അഭിനയിച്ചു കഴിഞ്ഞാലും, യൂത്ത് അഭിനയിച്ചു കഴിഞ്ഞാലും, പഴയ നടന്മാരെ നമ്മൾ പറയുന്നില്ല, പലർക്കും ഈ പറഞ്ഞ പോലെ അവരുടെ പ്രായവും എല്ലാം വെച്ചിട്ട് അവർ അത്രത്തോളം എല്ലാവരും ശോഭിക്കണം എന്നില്ല. അവരുടെ പ്രായകാലത്തൊക്കെ അവർ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അവരെല്ലാവരും മികച്ചതായി തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ യൂത്തിൽ അതിഗംഭീരമായിട്ട് ആക്ഷനും ഒക്കെ ചെയ്യുന്ന ആളുകളെ പോലും വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു നടനാണ് മോഹൻലാൽ എന്നുള്ളത് തന്നെയാണ്. മോഹൻലാൽ എന്ന നടനോടൊപ്പം ഇന്നും പിടിച്ചു നിൽക്കാൻ ഒരു യൂത്ത് സ്റ്റാറിനും കഴിയില്ല. എത്ര വലിയ ഡാൻസറാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഫൈറ്റ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാലും, മോഹൻലാൽ ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ അത് മലയാളികളുടെ ഉള്ളിലാണ് അത് കിടക്കുന്നത്. ഒരു ഡാൻസ് ചെയ്യുമ്പോൾ അത് മലയാളികളുടെ, ബാക്കി എല്ലാവരും നമ്മൾ സ്ക്രീനിലാണ് കാണുന്നത് അവർ ചെയ്യുമ്പോൾ. ഇത് നമ്മുടെ മനസ്സിൽ ഇഷ്ടം തോന്നിപ്പോകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ ഒരു പക്ക ലിജോ ജോസ് പെല്ലിശ്ശേരിയായി പോയി കാണുക. ഈ ഒരു ട്വിറ്റർ സ്പേസിൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നല്ലൊരു സിനിമയാകും എന്നുള്ള ലെവലിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഗംഭീരമായിട്ട് വേൾഡ് വൈഡായിട്ട് ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്കും പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയുള്ളൂ, ധൈര്യമായി പോയി കാണാം. കാരണം ഇതൊരു മോഹൻലാൽ സിനിമയാണ്. അതേപോലെ തന്നെ ഒപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. അതായത് മോഹൻലാലിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നൊരു കുറവ് മാത്രമാണ് കുറേ നാളുകളായി നമുക്ക് കാണാൻ കഴിഞ്ഞത്.
കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് തൊട്ട് തലോടി അദ്ദേഹത്തെ വിടുന്നു എന്നല്ലാതെ അദ്ദേഹത്തിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സിനിമയും സമീപകാലത്തൊന്നും ഒരു 10-25 സിനിമ എടുത്താൽ പോലും അല്ലെങ്കിൽ 50 സിനിമ എടുത്താൽ പോലും അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്തേക്കുന്ന സിനിമകൾ നമുക്ക് കാണാനില്ല. അപ്പം ഈ ഒരു സിനിമയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കയ്യിലേക്ക് മോഹൻലാലിനെ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് എത്രത്തോളം എന്ന് ഉള്ളത് നമുക്ക് കാണാം. കാരണം ലിജോ മനസ്സിൽ കാണുന്നത് അല്ലെങ്കിൽ മാനത്ത് കാണുന്നത് പോലും ലാലേട്ടൻ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. പറയുക പോലും വേണ്ട. പലപ്പോഴും പലരുടെയും കഥകളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വിജയം ആശംസിക്കുകയാണ്. ഇനിയും നാളെ ഒരു ദിവസം കൂടെ മാത്രമാണ് ഈ സിനിമയ്ക്ക് ബാക്കിയുള്ളത്. നാളെ നേരം വിളക്കുമ്പോൾ ഈ ഒരു സിനിമ അഭ്രപാളികളിൽ മിന്നിത്തിളങ്ങും. മലയാളം കണ്ട ഏറ്റവും വലിയ ഹിറ്റുകളുടെ പട്ടികയിലേക്ക് സിനിമ കയറും. ഒപ്പം ആദ്യ ദിനം കളക്ഷൻ ഇതുവരെ മലയാള സിനിമ സ്വപ്നം കണ്ടത് നേടാൻ പോകുന്ന ദിവസം. പലപ്പോഴും നമ്മൾ പല റെക്കോർഡുകളും ഇതിനിടയിൽ തന്നെ കണ്ടു. ഇനിയും അതൊക്കെ മറ്റൊരു വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.